2 പയ്യന്മാർ ഒരു ബൈക്കാണ് വരുന്നു. പയ്യന്മാർ വരുന്ന ബൈക്കാണ് കൗതുകം. അതിലെ ഒരു ചക്രം ചെറുതും ഒരു ചക്രം വലുതുമാണ്. ഇവന്മാർ തന്നെ വീട്ടിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണോ എന്ന് തോന്നും. ഒരു 13-14 വയസ്സേ ഉള്ളൂ ഇവന്മാർക്ക്. വണ്ടി ഓടിക്കാനുള്ള പ്രായം ആയിട്ടില്ല. ലൈസൻസ് എങ്ങനെ ഇവന്മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ലൈസൻസ് ഒന്നും വേണ്ടായിരിക്കും അവിടെ. ഇവന്മാർ വന്ന ബൈക്ക് അതെങ്ങനെ ഓടുന്നു നമുക്ക് അത്ഭുതം തോന്നും. യന്ത്രമൊക്കെ അതിനുണ്ടോയെന്ന് സംശയം തോന്നുന്ന ഒരു സാധനത്തെ വന്ന് നിൽക്കുന്നു. ഒരുത്തനകത്ത് പോകുന്നു. $4 കൊണ്ടുപോയി കൊടുത്ത് 1 ഗാലൻ കൃത്യം അടിക്കാനുള്ള പൈസ അടച്ചിട്ട് തിരിച്ചു വരുന്നു. ഇവന്മാർ പെട്രോൾ അടിച്ചു, ഒരു ചവിട്ടി തിരിച്ചു പോകുന്നു. ആ പോക്ക് ഒരു രസമാണ്. അതായത് അന്തവും കുന്തവും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പറയുന്ന പോലെ അമേരിക്കയുടെ ഈ വിദൂര മരുഭൂമിയിൽ ഒരഭയാർത്ഥി ജീവിതം നയിക്കുന്ന, ഒരാട് ജീവിതം നയിക്കുന്ന 2 പിള്ളേർ ബൈക്കായിട്ട് പെട്രോൾ അടിച്ച് അങ്ങ് പോകുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയാകണം. ഇങ്ങനെ പോകുമ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഡോളാൻ സ്പ്രിങ്ങിൻ്റെ ഹൈവേ കൂടെ അല്ലാതെ ഈ ഉൾനാടുകളൊന്ന് കാണാൻ കയറിപ്പോയാലോ. എങ്ങനെയാണ് ഇവർ താമസിക്കുന്നത്, ഇവരുടെ വീടുകൾ എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് വണ്ടി വിട്ടു. അത് മൺപാതകളാണ്. പാതയെന്നും പറയാൻ പറ്റില്ല, മരുഭൂമിയിലെ ചരൽ. അതിലൂടെ കാറ് 2-3-4 തവണ ഓടുമ്പോൾ അവിടെ ഒരു ചാല് വീഴുമല്ലോ, അങ്ങനെയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ജോഷുവ ട്രീകളാണ് ചുറ്റും നിൽക്കുന്നത്.